ഹലോ ഗൈസ്, ഇപ്പോൾ രാവിലെ തന്നെ കൂണ് നോക്കി ഇറങ്ങിയതാണ് കേട്ടോ. നമുക്കിവിടെ നിന്ന് തന്നെ കൂണ് കിട്ടുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് എന്നും ഇവിടെ കൂണുണ്ടാകാറുണ്ട്. എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്നതാണ് കേട്ടോ. അപ്പോൾ 2 കൂണ് നിൽപ്പുണ്ട്. പാവക്കൂണാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പാവക്കൂണെന്നാണ് കേട്ടോ പറയുന്നത്. ഒരെണ്ണത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ എന്തോ ജീവി വന്ന് കുറച്ചൊക്കെ തിന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. കുറച്ചൊക്കെ പുഴു പിടിച്ചതൊക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കും കേട്ടോ, കളയൊന്നുമില്ല. അങ്ങനെയുള്ളതൊക്കെ ഏത് കൂണാണെങ്കിലും നമ്മൾ ആദ്യം ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഷാംശമൊക്കെ പൊക്കോളൂ കേട്ടോ. അതുപോലെ അതിൻ്റെ പുഴുവൊക്കെ ചത്തു പൊക്കോളും. അങ്ങനെ ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. ആരും തന്നെ കളയാറില്ല. കുറച്ച് പുഴു പിടിച്ചതൊക്കെ ആണെങ്കിലും. ഒത്തിരി പുഴു പിടിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, നമുക്ക് കളയാനേ പറ്റുള്ളൂ. കുറച്ചൊക്കെ പുഴു പിടിച്ചതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. നമ്മളങ്ങനെ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് 2 കൂണ് കിട്ടി. ആദ്യം നോക്കിയപ്പോൾ ഒരു കൂണൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പള്ളയൊക്കെ മാറ്റി നോക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ ശരിക്കും നോക്കിയാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ചില കൂണൊക്കെ മണ്ണിൽ നദിയൊക്കെ പൊങ്ങി വരാതെയൊക്കെ നിൽക്കും കേട്ടോ. ഇവിടെ ഒന്നാമതേ ഭയങ്കരമായിട്ട് പള്ളയാണ്. അപ്പം പള്ളയൊക്കെ മാറ്റി നോക്കിയാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെയും പകുതി എന്തോ ജീവി വന്ന് തിന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല. നമ്മൾ കൂണൊക്കെ നോക്കുമ്പോൾ രാവിലെ തന്നെ വന്ന് നോക്കിയാൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. സമയം പോകും തോറും കൂണൊക്കെ ചീത്തയായി പോകും, അതുപോലെ പുഴു പിടിച്ചൊക്കെ പോകും. അപ്പോൾ ഇവിടെ അടുത്ത കൂണ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ തോരൻ വെച്ചു, ഇന്നിനിപ്പോൾ ഒരു ചാറ് വയ്ക്കാൻ ഓർത്താണ്. നമുക്ക് എന്നും വയ്ക്കാനുള്ള കിട്ടുന്നുണ്ട് കേട്ടോ. കാശ് മുടക്കില്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണിത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും ഗുണമുണ്ട് കേട്ടോ ഇതുപോലെ പറമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിന്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ, വിത്തൊക്കെ ഇട്ട് മുളപ്പിച്ചെടുക്കുന്നതാണല്ലോ. പക്ഷേ ഇതെന്ന് പറയുന്നത് തന്നെ മുളച്ച് വരുന്ന കൂണാണ്. അപ്പോൾ ഇതിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് കേട്ടോ. നല്ല കൂണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം പറിച്ച് ഇങ്ങനെ വെക്കുവാണ്. അത് ഒരു കൂണൊന്നും അല്ല കേട്ടോ, ഒരു 4-5 കൂണ് വെച്ച് എന്നും അങ്ങനെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയാണ് കേട്ടോ വീട്ടിലെന്നും കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കൂണ് പറിക്കുന്നതും അത് ഒരുക്കുന്നതും കറി വയ്ക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോരനേക്കാളും ഇഷ്ടം ചാറ് വയ്ക്കുന്നതാണ് കേട്ടോ. തോരനോട് വലിയ താല്പര്യമില്ല. എനിക്ക് ഇത് വറുത്തരച്ച് ചാറ് വയ്ക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്ന് ഏതായാലും ഒന്ന് ചാറ് വയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ. നമുക്ക് ഇത്രയും കൂണ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് കൂണ് കിട്ടാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കൂണൊക്കെ ആയിട്ട് ഇനി വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതേ ഒരു ഇലക്കകത്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ, വാഴയിലയാണ്. അപ്പോൾ ഇത്രയും കൂണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേനും എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് വേറെ 2 കൂണ് കൂടെ കിട്ടി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു തേക്ക് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലും കൂണുണ്ടാകുന്ന സ്ഥലമാണ് കേട്ടോ. കുറച്ച് ചെതൽപ്പുറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെതൽപ്പുറ്റിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ കൂടുതലും കൂണൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ ഈ തേക്കിൻ്റെയൊക്കെ ചോട്ടിൽ കൂടെയൊക്കെ ഉണ്ടാകുന്നത് ഫ്രഷ് കൂണാണ് കേട്ടോ. ഞാൻ രാവിലെ നോക്കിയപ്പോഴൊന്നും ഇത് കണ്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടായി വന്നാണ് തോന്നുന്നത്. ഇവർ പുഴുവൊന്നും വരിക്കാത്ത നല്ല കൂണാണ് കേട്ടോ. ശരിക്കും വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ വേറൊരു കൂണും കൂടെ കിട്ടി കേട്ടോ. ഞാൻ ആദ്യം നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു. നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ചെരിഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ ഒരു കൂണും കൂടെ കിട്ടി കേട്ടോ. നല്ല ഫ്രഷ് കൂണാണ്. ഇപ്പോൾ ഉണ്ടായതേ ഉള്ളൂ. ഒരു പുഴുവൊന്നും വരച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അകലെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ അടുത്ത് വന്ന് നോക്കിയാൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം പാവക്കൂണിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. അതിൻ്റെ ഒരു കളറ് കാരണം ഇതുപോലത്തെ ഒരു നിറമാണല്ലോ അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും കാണാൻ പറ്റത്തില്ല ഇത്. അപ്പോൾ അതേ നമുക്ക് ഇത്രയും കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ചാറ് വയ്ക്കാനുള്ളതായിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് ഒരുക്കിയെടുത്ത് കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് കഴുകി വാരി എടുത്തതിന് ശേഷം കേട്ടോ നമ്മൾ കറി വെക്കുന്നത്. ഒരുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ.